ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലോ? യെസ്, മൈൻഡ് മാപ്പ് എന്ന് പറയുന്നതിന്റെ ഉപയോഗം നമുക്കറിയാം അല്ലേ? ഒരൊറ്റ ഗ്ലാൻസിനകത്ത് കംപ്ലീറ്റ് ചാപ്റ്ററും ഗംഭീരമായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് എഴുതാനും സഹായിക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും മൈൻഡ് മാപ്പ് നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ല, നിങ്ങൾക്കത് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വരിക ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെ മൈൻഡ് മാപ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ദിസ് ഇസ് മുഹമ്മദ് ഷാജു ഫ്രം സൈലന്റ് ലേണിംഗ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു മൈൻഡ് മാപ്പാണ്. കംപ്ലീറ്റ് സാധനങ്ങളും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എഴുതി നോക്കാം. യെസ്, ആദ്യം തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമ്മളൊന്ന് പറഞ്ഞു വെക്കണം. ആരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്? ഇതാ യങ് സീഗൾ ഉണ്ട്, ഹിസ് പാരൻസ് ആൻഡ് ഹിസ് യങ് സിബ്ലിങ്സ് അല്ലെ. അപ്പൊ ആരൊക്കെയാണ്? യങ് സീഗൾ ഉണ്ട്, അത് നമ്മുടെ മെയിൻ ക്യാരക്ടറാണ്. ദെൻ ഹിസ് പാരൻസ് ഉണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ യങ് സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്ററും അതുപോലെ തന്നെ 2 ബ്രദേഴ്സും ആണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ എത്ര ക്യാരക്ടേഴ്സ് ആണ്? 6 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഓക്കെ, ഒന്നാരാണ്? ഈ നമ്മുടെ യങ് സീഗൾ തന്നെ. ഫാദർ, മദർ, ദെൻ കംസ് വാട്ട്? ഒരു 2 ബ്രദേഴ്സ്, ഒരു സിസ്റ്റർ. ഇങ്ങനെയാണ് ഇവന്റെ ഫാമിലി ഉള്ളത്. 6 മെമ്പേഴ്സ് ആണ് ഉള്ളത്. യങ് സീഗൾ ആണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഈ യങ് സീഗൾ എന്ന് പറയുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പാസേജ് എന്നിട്ട് അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അധികവും ഹൂ ഇസ് ഹി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സീഗൾ എന്ന് മാത്രം എഴുതി വെക്കരുത്. എന്ത് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. യങ് സീഗൾ എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ. കാരണം ബാക്കി എല്ലാവരും ആര് തന്നെയാണ്? സീഗൾസ് തന്നെയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അത് സെറ്റായല്ലോ. ആരൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് സെറ്റായല്ലോ. ഇനി നമ്മൾ ഇതിന്റെ വാല്യൂസ് അല്ലെങ്കിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെല്ലാം വാല്യൂസ് ആണ് അതിനകത്ത് പറയുന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓവർകമ്മിങ് വൺസ് ഫിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം നമ്മുടെ ഫിയേഴ്സിനെ, നമ്മുടെ ഉള്ളിലുള്ള ഭയത്തെ അല്ലെ. ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഇന്ന കാര്യം ആക്ടിവിറ്റി ചെയ്യാൻ എനിക്ക് ധൈര്യം പോരാ, ഞാൻ അതിന് കൊള്ളുമോ എന്നൊക്കെയുള്ളൊരു ഫിയർ, അതിനെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നതാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സീഗൾസിനെ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു വാല്യൂ ആണ്. ആ വാല്യൂ നമ്പർ 1 ആണെന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് സക്സസ് ഇസ് ദ സം ഓഫ് ഓൾ എഫേർട്സ്. നമ്മളെ എല്ലാ എഫേർട്സിന്റെയും, നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്ടിന്റെയും ഒരു സം അല്ലെങ്കിൽ ഒരു റിസൾട്ട് ആണ് സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ സക്സസ് ഓവർനൈറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ ഓവർനൈറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു ലോട്ടറി ഒന്നുമല്ല. സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സം ഓഫ് ഓൾ യുവർ എഫേർട്സ്. നിങ്ങൾ എടുക്കുന്ന ഗ്രാജുവലി ഡേ ബൈ ഡേ നിങ്ങൾ എടുക്കുന്ന എഫേർട്സിന്റെ ഒരു സമ്മാണ് എന്താ സക്സസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. എല്ലാം ഓർത്തു വെക്കണം എന്ന് പറയൂല, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് പറ്റാവുന്ന അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഓർത്തു വെക്കുക. തേർഡ് വൺ, ഓവർകമ്മിങ് വൺസ് ഹെസിറ്റേഷൻ. നമ്മുടെ വിമുഖത ഉണ്ടാവും, ചില കാര്യങ്ങളോട് ചെയ്യാനുള്ള നമ്മുടെ മടി ഉണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നത് ഈ ചാപ്റ്റർ നമുക്ക് തരുന്നു, പഠിപ്പിച്ചു തരുന്നു. ബിലീവ് ഇൻ യുവർ സെൽഫ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്ന സാധനമാണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. വാട്ട് ഇസ് ദ തീം? എന്താണ് ഇതിന്റെ തീം? യെസ്, വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ്. നമ്മുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം എന്നതാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഥർ ആണ്. ആരാണ് ഓഥർ? ലിയാം ഒ ഫ്ലാഹെർട്ടി. ആരാണ്? ലിയാം ഒ ഫ്ലാഹെർട്ടി. ഓഥർ പേരെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. അദ്ദേഹം അയർലൻഡുകാരനാണ്, നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. കൂടുതലൊന്നും വേണ്ട. ആരാണ്? ഐറിഷ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ആരുടെ പേരെന്താണ്? ലിയാം ഒ ഫ്ലാഹെർട്ടി. ക്ലോക്ക് നമ്മൾ ഓ ഇതില്ലേ, അതേപോലെ ഒ ഫ്ലാഹെർട്ടി. മനസ്സിലായേ? ഫ്ലാഹെർട്ടി അത്രയും ഓർത്തു വെക്കുക. ലിയാം ഒ ഫ്ലാഹെർട്ടി. അപ്പൊ അതും അവിടെ രജിസ്റ്റർ ആയല്ലോ. ഇനി മറക്കൂലല്ലോ അദ്ദേഹത്തിന്റെ പേര് ലിയാം ഒ ഫ്ലാഹെർട്ടി. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എഴുതിയ ആളാണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന തീമാണ്. ചാപ്റ്ററിന്റെ തീം എന്താണെന്ന് നോക്കാം. The story deals with the theme of overcoming one's fear. എന്തിനെ കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്? The story deals with the theme of overcoming one's fear. നമ്മുടെ ഒരാളുടെ ഭയത്തെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണം എന്നതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനും ഇപ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കും? ഭയമുണ്ടാവും അല്ലെ. പബ്ലിക് സ്പീക്കിങ്ങിനാണെങ്കിലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ, ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ നമുക്ക് എന്തുണ്ടാവും? ചിലപ്പോൾ മടിയോ അല്ലെങ്കിൽ ഭയമോ ഉണ്ടാവും. അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്നതാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് നേരെ ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറിയിലേക്ക് പോകാം. യെസ്, നോക്കൂ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി or a story of hesitation, trial and error and finally getting success in the end. ഈ സ്റ്റോറി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റോറി എന്തൊക്കെ കാണിക്കുന്നത്?
ഒരു വിമുഖത കാണിക്കുന്നു, ഒരു മടി കാണിക്കുന്നു ഒരു കുട്ടിയുടെ, ഒരു സീകളുടെ, യങ് സീകളിന്റെ പറക്കാനുള്ള മടിയാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ട്രയൽ ആൻഡ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്തു നോക്കുക, പിന്നെ തെറ്റ് വരും, പിന്നെയും ചെയ്യുക, പിന്നെയും കറക്റ്റ് ചെയ്യുക, അങ്ങനെ 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 എന്ത് ചെയ്യുക, ഫൈനലി ഗെറ്റിംഗ് സക്സസ്, അവസാനം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഓഫ് എ ഹെസിറ്റന്റ് ആൻഡ് ടിമിഡ് സീഗൾ ലേണിംഗ് ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ്. ഇത് ആരുടെ കഥയാണ്? ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഓഫ് എ ഹെസിറ്റന്റ് ആൻഡ് ടിമിഡ് സീഗൾ. ടിമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിമിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെയിം ആയിട്ടുള്ള, ലജ്ജിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പറക്കാനൊക്കെ മടി കാണിച്ച് അയ്യോ അതെന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് ഹെസിറ്റൻ്റ് ആയിട്ട്, അതുപോലെ ഷൈ ആയിട്ട്, ടിമിഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സീകൾ. ആ സീകൾ എങ്ങനെയാണ് ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ്, പറക്കുന്നതിൻ്റെ കല, പറക്കുന്നതിൻ്റെ വിദ്യ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. ഒരു യങ് സീകൾ പറക്കാൻ മടിച്ച് നിൽക്കുന്നു, അവനെ എങ്ങനെ അവൻ്റെ പാരൻസ് പറപ്പിക്കുന്നു എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. While his two brothers and sister had already learned the flying, his fear and hesitation stopped him from doing so. അവൻ്റെ രണ്ട് ബ്രദേഴ്സും അല്ലെ, while his two brothers and his sister, അവൻ്റെ സിസ്റ്ററും പറന്നുപോയി, അവൻ്റെ കൂടെ വിരിഞ്ഞ, അവൻ്റെ കൂടെ ഹാച്ച് ചെയ്ത രണ്ട് ഈ പറയുന്ന ബ്രദേഴ്സും അതുപോലെ തന്നെ സിസ്റ്ററും എന്ത് ചെയ്തു? പറന്നു പോയിട്ടും he was still waiting there. അവൻ എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ അവൻ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഓക്കെ, his diving at the fish due to the hunger provided a blessing in disguise. അങ്ങനെ അവസാനം അമ്മ എന്ത് ചെയ്യണം? ഒരു അവന് വല്ലാതെ വിശക്കാണ്, വിശന്ന് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അമ്മ അവൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഫിഷ് കൊണ്ട് വെക്കുകയാണ്. ഓക്കെ, എയറിൽ ഇങ്ങനെ വെക്കുകയാണ്. അത് പിടിക്കാൻ വേണ്ടിയിട്ട്, എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ആ ലെഡ്ജിൽ നിന്നും, ആ അറ്റത്ത് നിന്നും അവനൊരൊറ്റ ചാട്ടം കൊടുക്കുകയാണ് താഴേക്ക്. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? ഫോർച്ചുനേറ്റ്ലി അവിടെ നിന്നും പറക്കുകയാണ്. അവൻ്റെ സാഹചര്യം വന്നപ്പോൾ ആ താഴേക്ക് വീഴാൻ പോകുന്ന സമയത്ത് അവൻ ഓട്ടോമാറ്റിക്കലി അവൻ്റെ വിങ്സ് ഉപയോഗിച്ചിട്ട് അവൻ പറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അവൻ്റെ ആ ഒരു ഫിയർ അവസാനിച്ചു. അവൻ പറന്നു തുടങ്ങി. അവൻ എന്ത് ചെയ്തു? കോൺകർ ചെയ്തു ദ ആർട്ട് ഓഫ് ഫ്ലൈയിങ് എന്ന് പറയുന്നത്. പിന്നെ രക്ഷിതാക്കൾ അവനെ പഠിപ്പിക്കുകയാണ്, എല്ലാവരും അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവനെ സ്കിം ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലൈഡ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെ ഒരു ഫിഷിനെ പിടിക്കണമെന്നതൊക്കെ അവരെ പഠിപ്പിക്കുകയാണ്. ഇത്രയുള്ള സ്റ്റോറി, ഇത്രയാണ് കാര്യം. തുടക്കത്തിൽ നമ്മൾ കാണുന്നതും അവസാനം പറഞ്ഞതുമാണ്. ഞാൻ പറഞ്ഞത് ഷോർട്ട് സമ്മറിയാണ്. ഇനി ഇതാ ഈ ഒരു ഫിയറിനെയാണ് അല്ലോ ടാക്കിൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സീകളിലുണ്ടാകുന്ന ആ ഒരു ഫിയർ, അപ്പോൾ ഈ പിക്ചർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു. ഈ ടൈറ്റിൽ എത്രത്തോളം ഇതിന് ആപ്റ്റ് ആണെന്ന്. ടൈറ്റിൽ എന്തായിരുന്നു? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നായിരുന്നു ടൈറ്റിൽ അല്ലേ. ആ ടൈറ്റിലിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ? ദ യങ് സീഗൾ വാസ് വെരി ഹംഗ്രി ആൻഡ് ഓൾസോ ഹി ജംപ് ടു ക്യാച്ച് ദ ഫുഡ്. ഞാൻ പറഞ്ഞതുപോലെ ആ വിശന്നിരിക്കുന്ന അവൻ എന്ത് ചെയ്തു? ഈ ഒരു ഫിഷിന് വേണ്ടിയിട്ട് ഒരൊറ്റ ചാട്ടം ചാടി. ഇങ്ങനെയായിരുന്നു സംഭവം. അമ്മ ഇവനിങ്ങനെ ഒരു ലെഡ്ജിൻ്റെ മേലെ ഇരിക്കുകയാണ്. ഇവനിങ്ങനെ ഒരു ലെഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടൽ, ഇവിടെ താഴെ കടലാണ്, ഇവിടെ ഒരു ലെഡ്ജിൻ്റെ മേലെ ഇവനിങ്ങനെ ഇരിക്കുകയാണ്. പറക്കുന്നില്ല. ഇവിടെ വരെ വന്ന് നോക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, പറക്കൂല. അങ്ങനെ അമ്മ ഇപ്പുറത്തൊന്നും എന്ത് ചെയ്തു? പറന്ന് വന്നിട്ട് ഒരു ഇവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, എന്നിട്ട് കയ്യിൽ എന്തുണ്ടായിരിക്കും? ഒരു ഫിഷ് ഉണ്ടാവും. അപ്പോൾ ഇവനിങ്ങനെ എത്തിപ്പിടിക്കാൻ വേണ്ടി നോക്കുന്നു, പക്ഷെ അമ്മ ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നില്ല. അവസാനം രണ്ടും കൽപ്പിച്ചിട്ട് ഒറ്റ ചാട്ടം കൊണ്ട് ചാടും. ആ ചാട്ടത്തിൽ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ വീണ് പോകില്ല. കുറേ കണ്ട് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യും? ചിറകൾ വീശിയിട്ട് പറന്ന് ഉയരുകയാണ് ചെയ്യുന്നത്. അവന് വിചാരിച്ച ഇതുവരെ അവൻ്റെ ചിറകൾ അവനെ താങ്ങൂല എന്നാണ്, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ അവന് മനസ്സിലായി എനിക്കും പറക്കാൻ സാധിക്കുമെന്ന്. വലിയ ചിറകുകൾ അടിച്ചടിച്ച് വീശി അവൻ പറക്കുകയാണ്. ഇതാണ് സ്റ്റോറി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കുക ടൈറ്റിൽ എന്താണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട് തന്നെയല്ലേ ഈ ഒരു ഇതിൻ്റെ ഒരു ടൈറ്റിൽ അല്ലേ. അപ്പോൾ നോക്കുക, The young seagull was very hungry. ഇപ്പോഴത്തെ നല്ല വിശപ്പുണ്ടായിരുന്നു. And so he jumped to catch the food. ഫുഡിന് വേണ്ടിയിട്ട് അവൻ ജമ്പ് ചെയ്തു. But his mother flew away and he fell into the space. അമ്മ അങ്ങോട്ട് പറന്നു ഉയർന്നു. അതോടുകൂടി മൂപ്പര് താഴേക്ക് വീഴുകയും ചെയ്തു. He tried to fly and expanded his wings and flew in the air. അവനൊന്ന് താഴേക്ക്, ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, താഴേക്ക് വീഴാൻ പോവാണ്. അപ്പോൾ പ്രാണത്തിൽ മൂപ്പൻ എന്ത് ചെയ്തു? അവൻ്റെ ചിറകൾ വീശി ഒന്ന് പറക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതുവരെ ശ്രമിക്കാതിരുന്നത് ആ സമയത്ത് ശ്രമിച്ചു. ഇൻ ദിസ് വേ ഹി മേഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഇങ്ങനെയാണ് അവൻ്റെ ആദ്യത്തെ പറക്കൽ സംഭവിക്കുന്നത്. സോ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് വെരി അപ്രോപ്രിയേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് വെരി അപ്രോപ്രിയേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ മക്കളെ ഈ ഒരു ചാപ്റ്റർ. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും അത് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ മൈൻഡ് മാപ്പുകൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ വരിക. ഓക്കെ, ഇത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളതും താഴെ രേഖപ്പെടുത്തുക. ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക്